Hi all, welcome to I Plus. ഞാൻ അക്ഷര. സീറ്റഡ് എക്സാമിനേഷൻ പേപ്പർ 1-നും പേപ്പർ 2-നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി. ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സീരീസ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു സെക്ഷനിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. A middle school teacher can enable students to become strategic self-motivated learners by മിഡിൽ സ്കൂൾ ടീച്ചറിന് കുട്ടികളെ സ്ട്രാറ്റജിക് ആയിട്ടും സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടും സ്വന്തമായിട്ട് സ്ട്രാറ്റജീസ് ഒക്കെ തീരുമാനിച്ച് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് എന്ത് ചെയ്യാം? Providing varied forms of reinforcement for every task completed, dictating well-prepared answers to textbook questions, stressing objective type testing at the end of the term, encouraging students to develop their metacognitive knowledge and skills. അപ്പൊ മിഡിൽ സ്കൂളിൽ എത്തുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഏത് രീതിയിലായിരിക്കണം കുട്ടികളെ സ്ട്രാറ്റജിക്കും സെൽഫ് മോട്ടിവേറ്റഡും ആക്കാനായിട്ട് സഹായിക്കാം? പലതരത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റ്, ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള പ്രകടനങ്ങൾ റീഇൻഫോഴ്സ്മെന്റ് നൽകിക്കൊണ്ടാണോ, അല്ലെങ്കിൽ എന്താണ് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് വെൽ പ്രിപ്പയർഡ് ആയി അവർക്ക് കൊടുത്തുകൊണ്ടാണോ? ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റിങ്, അതായത് എൻഡിൽ വരുമ്പോഴത്തേക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസിൽ മാത്രം സ്ട്രെസ് ചെയ്തുകൊണ്ടായിരിക്കണം, അതോ കുട്ടികളെ എങ്ങനെയാണ് അവരുടെ മെറ്റാകോഗ്നിറ്റീവ് നോളജ് സ്കില്ല് ഡെവലപ്പ് ആവാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കണം? അപ്പൊ നമുക്ക് ഈ ഒരു മിഡിൽ സ്കൂൾ ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലേ, അവിടെ നമുക്ക് ബിഹേവിയർസോ ഒന്നുമല്ല, നമ്മൾ കൺസ്ട്രക്റ്റീവ്സോ ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ എന്താണ്, നമുക്ക് ആദ്യത്തെ രണ്ട് ഓപ്ഷൻസ് നമുക്ക് അപ്പോഴേ കളയാം. പക്ഷെ അവർ സ്ട്രാറ്റജിക്കും സെൽഫ് മോട്ടിവേറ്റഡും ആവണോ? ഏറ്റവും ആപ്റ്റ് എന്താണ്? മെറ്റാകോഗ്നിറ്റീവ് നോളജും സ്കില്ലും എൻകറേജ് ചെയ്യാനായിരിക്കും അല്ലെ? തീർച്ചയായിട്ടും. Strategic self-motivated learners are able to plan, monitor and evaluate their own learning. These are metacognitive skills. അപ്പൊ എന്താണ് സ്ട്രാറ്റജിക് ആയിട്ട് സെൽഫ് മോട്ടിവേറ്റഡ് ലേണേഴ്സ് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അവർക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും അതോടൊപ്പം ഇവാലുവേറ്റ് ചെയ്യാനും സാധിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം? മെറ്റാകോഗ്നിറ്റീവ് സ്കിൽസ് എന്ന് പറയാം. മെറ്റാകോഗ്നിഷൻ എന്ന് വെച്ചാൽ എന്താ? തിങ്കിങ് അബൌട്ട് വൺസ് ഓൺ തിങ്കിങ്, ചിന്തയെ കുറിച്ചിട്ടുള്ള ചിന്തയാണ് എന്താ മെറ്റാകോഗ്നിഷൻ. അപ്പൊ അവരെങ്ങനെ ചിന്തിക്കുന്നു അതിനെ കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോഴത്തേക്ക് എന്താണ് കുട്ടികൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ആ ഒരു സ്ട്രാറ്റജിക് ആൻഡ് സെൽഫ് മോട്ടിവേറ്റഡ് ലേണേഴ്സ് ആയിട്ട് മാറും. ഇറ്റ് ഹെൽപ്സ് ലേണേഴ്സ് ബിക്കം ഇൻഡിപെൻഡന്റ് ആൻഡ് സെൽഫ് റെഗുലേറ്റഡ്. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ടും സ്വയം റെഗുലേറ്റ് ചെയ്തും പ്രവർത്തിക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ മറ്റു ഓപ്ഷൻസ് നോക്കിയാൽ റീഇൻഫോഴ്സ്മെന്റിൽ എന്താണ്? ഡിപ്പെൻഡൻസ് ഓൺ റിവാർഡ്. അവർ റിവാർഡിന് വേണ്ടി മാത്രമായിപ്പോകും, അല്ലാതെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അവിടെ നടക്കുന്നില്ല. അത് ബിഹേവിയർസും ആണല്ലേ. പിന്നെ ഡിക്റ്റേറ്റിംഗ് ആൻസേഴ്സ് വന്ന് കാണാതെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? അവിടെ എന്താണ്? റോട്ട് ലേണിംഗ് ആണ്, കാണാപ്പാടും പഠിക്കലാണ്. ആ പരിപാടി നമുക്ക് വേണ്ട. പിന്നെ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളുടെ കാര്യം, അത് ആവശ്യമാണ്. പക്ഷെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് കൊണ്ട് മാത്രം ഒരിക്കലും നമുക്ക് എന്താണ് സ്ട്രാറ്റജിക് ലേണിംഗ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അടുത്ത ചോദ്യം, which of the following exemplifies intrinsic motivation? മോട്ടിവേഷൻ രണ്ട് തരം ഉണ്ടെന്ന് നമുക്കറിയാം, ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും. ഈ കൂട്ടത്തിൽ ഇൻട്രിൻസിക് മോട്ടിവേഷന്റെ എക്സാമ്പിൾ കണ്ടെത്താനാണ്. മോട്ടിവേഷൻ ഡ്രിവൺ ബൈ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഓർ എൻജോയ്മെന്റ് ഓഫ് ദ ടാസ്ക്, കോമ്പറ്റീഷൻ വിത്ത് അതേഴ്സ്, അപ്രിസിയേഷൻ ഫ്രം അതേഴ്സ്, എക്സ്റ്റേണൽ റിവാർഡ്സ്. അപ്പൊ എന്താണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്? എന്താണ് മോട്ടിവേഷൻ എവിടെ നിന്ന് വരുന്നു? പേഴ്സണൽ ആയിട്ട് ഇഷ്ടം ഉണ്ടായതുകൊണ്ടും ആ ടാസ്ക് എൻജോയ് ചെയ്യുന്നത് കൊണ്ടും. രണ്ടാമത്തെ ഓപ്ഷൻ മറ്റുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നതിലുള്ള ആ ഒരു മോട്ടിവേഷൻ. മൂന്നെന്താണ്? മറ്റുള്ളവരിൽ നിന്ന് അപ്രിസിയേഷൻ, മറ്റുള്ളവരിൽ നിന്നാണ് അവരെ അംഗീകരിക്കുക അപ്രിസിയേഷന് വേണ്ടിയിട്ട്. നാല്, മറ്റുള്ളവരിൽ നിന്ന് റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടും. അപ്പൊ അവിടെ എന്താണ് ആ മൂന്ന് ഓപ്ഷൻ നോക്കുമ്പോഴേ നമുക്കറിയാം അല്ലെ, അതൊരിക്കലും എന്താണ് ഇൻട്രിൻസിക് അല്ല, പുറത്തു നിന്നാണ്. അതേഴ്സ് എക്സ്റ്റേണൽ എന്ന് തന്നെ ഓൾറെഡി എന്താണ് ഓപ്ഷനിലുണ്ട്. പക്ഷേ മോട്ടിവേഷൻ ഡ്രിവൺ ബൈ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഓർ എൻജോയ്മെന്റ് ഓഫ് ദ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും അത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആയിരിക്കും. ഇൻട്രിൻസിക് മോട്ടിവേഷൻ കം ഫ്രം വിത്തിൻ ദ ലേണർ. ലേണറുടെ ഉള്ളിൽ നിന്നാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ വരിക. എക്സാമ്പിൾസ് നോക്കിയാണ്. റീഡിങ് ബിക്കോസ് യു എൻജോയ് റീഡിങ്, വായിക്കാൻ ഇഷ്ടമായത് കൊണ്ട് വായിക്കുന്നു. സോൾവിങ് പസിൽസ് ഫോർ ഫൺ, ഫണ്ണിന് വേണ്ടിയിട്ട് പസിൽസ് സോൾവ് ചെയ്യുന്നു. ലേണിംഗ് എ ലാംഗ്വേജ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, ഒരു ഭാഷ പഠിക്കാനായിട്ടുള്ള താല്പര്യം കൊണ്ടത് പഠിക്കുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. എക്സ്ട്രിൻസിക് മോട്ടിവേഷനിൽ എന്താണ്? എപ്പോഴും റിവാർഡുകൾ, പ്രൈസ്, ഗ്രൈഡ്, മണി, എന്തെങ്കിലും ഒന്ന് പുറത്തു നിന്ന് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ സോൾവിങ് പസിൽ ഫോർ ഫൺ എന്നതിന് പകരം സോൾവിങ് പസിൽ ഫോർ എന്താണ് ഗെറ്റിംഗ് റിവാർഡ് ഫ്രം ദ പേരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി?
അത് എക്സ്റ്റേണൽ ആയി എക്സ്ട്രിൻസിക് മോട്ടിവേഷനും. പക്ഷെ സ്വന്തം ഇഷ്ടത്തിനൊരു കാര്യം ചെയ്യുവാണെങ്കിൽ എന്താണ്, അത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്, എന്നാലും എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി. അടുത്ത ചോദ്യം, വിച്ച് ഡിബേറ്റ് ഈസ് ഹൈലൈറ്റ്? ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നിട്ടുണ്ട്. അവിടെ ഏത് ഡിബേറ്റിനെ കുറിച്ചാണ് പറയുന്നത്? Does an individual's biologically determined sex bring with it all the characteristics that define one socially constructed gender? ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വലി ബയോളജിക്കൽ ആയിട്ടുള്ള ഡിറ്റർമൈൻഡ് സെക്സ് എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ എന്താണ്, ഒരാളുടെ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ജെൻഡറും കൂടെ വരുന്നുണ്ടോ? അതൊരു ഡിബേറ്റ് ആണ്. അതായത് സോഷ്യലി ഉള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഒന്നിച്ച് തന്നെ കൊണ്ടുവരുന്നതാണോ? അപ്പൊ ഇവിടെ നമ്മുടെ ഓപ്ഷൻസ് നോക്കാം. കണ്ടിന്യൂസ് ഡിസ്കണ്ടിന്യൂസ് വ്യൂസ് ഓഫ് ഡെവലപ്മെന്റ്, സ്റ്റേബിൾ ആൻഡ് സ്റ്റേബിൾ വ്യൂ ഓഫ് ഡെവലപ്മെന്റ്, എൻറ്റൈറ്റി ഇൻക്രിമെന്റൽ വ്യൂ ഓഫ് എബിലിറ്റി, നേച്ചർ നർച്ചർ ഇൻഫ്ലുവൻസ് ഓൺ ഡെവലപ്മെന്റ്. അപ്പൊ നമുക്ക് ഡെവലപ്മെന്റ് ആണെന്ന് അറിയാം. പിന്നെ അതോടൊപ്പം എന്ത് ചെയ്തു, ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള സംഗതിയും വന്നിട്ടുണ്ട്. അതോടൊപ്പം എന്താ, നമ്മുടെ എൻവയോൺമെന്റ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് എന്ന് പറയുന്ന സംഗതിയും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആൻസറിലോട്ട് പെട്ടെന്ന് ഇത് തിരച്ചുതരാം. എങ്ങനെയാണ്? നേച്ചർ നർച്ചർ ഇൻഫ്ലുവൻസ് ഓൺ ഡെവലപ്മെന്റ്. ഇവിടെ നോക്കി എന്താ ചോദിച്ചിരിക്കുന്നത്? ദിസ് ക്വസ്റ്റ്യൻ ആസ്ക്സ് ഫോർ ബയോളജി. അവിടെ ഉദ്ദേശിക്കുന്നത് നേച്ചർ or social environment nurture shape gender characteristics. അപ്പൊ എന്താണ് ഈ പറഞ്ഞ ബയോളജി ആണോ സോഷ്യൽ എൻവയോൺമെന്റ് ആണോ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിസ്റ്റിനെ തീരുമാനിക്കുന്നത്? നേച്ചർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, നമ്മുടെ ജീൻസ്, അതേപോലെ ഹെറിഡിറ്റി, ബയോളജിക്കൽ സെക്സ് പോലെയുള്ള കാര്യങ്ങളാണ് നേച്ചറിൽ വരുന്നത്. നർച്ചറിൽ വരുന്ന എന്താണ്? സൊസൈറ്റി, കൾച്ചർ, അപ്ബ്രിംഗിങ്, നമ്മുടെ ചുറ്റുമുള്ള ഒരു എൻവയോൺമെന്റ്. നമ്മളെ പാരമ്പര്യവും പര്യാവരണം എന്ന് പറയും. പാരമ്പര്യ ഘടകങ്ങളാണ് ജീൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ജീനുകൾ, ഹെറിഡിറ്റി, പാരമ്പര്യം, ബയോളജിക്കൽ സെക്സ് എന്നൊക്കെ പറയുന്നു. പക്ഷെ നർച്ചറുമായി ബന്ധപ്പെട്ട നമ്മുടെ പര്യാവരണം അല്ലെങ്കിൽ പരിസ്ഥിതിയിലാണ് സൊസൈറ്റി, കൾച്ചർ, അപ്ബ്രിംഗിങ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു ചോദ്യത്തിൽ എന്താ മനസ്സിലാക്കാൻ സാധിക്കും? ദിസ് ഇസ് എ ക്ലാസിക് നേച്ചർ ആൻഡ് നർച്ചർ ഡിബേറ്റ്. ഒരു നേച്ചർ നർച്ചർ ഡിബേറ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, എ മേജർ ഡെവലപ്മെന്റൽ ടാസ്ക് ഡ്യൂറിംഗ് ഡാഷ് ഈസ് എ സെർച്ച് ഫോർ ഐഡന്റിറ്റി, പേഴ്സണൽ, സെക്ഷൽ ആൻഡ് ഒക്കുപേഷൻ. ഏത് സമയത്തുള്ള ഒരു ഡെവലപ്മെന്റൽ ടാസ്ക് ആണ് സ്വന്തം ഐഡന്റിറ്റി കണ്ടെത്തുക? പേഴ്സണൽ, സെക്ഷൽ ആൻഡ് ഒക്കുപേഷണൽ ആയിട്ടുള്ള ഐഡന്റിറ്റി കണ്ടെത്തുക എന്നുള്ളത് ഏത് സ്റ്റേജിലെ ഡെവലപ്മെന്റൽ ടാസ്ക് ആണ്? ഏർലി ചൈൽഡ്ഹുഡ്, അഡോളസൻസ്, മിഡിൽ അഡൽട്ട്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്. പേഴ്സണൽ, സെക്ഷൽ, ഒക്കുപേഷണൽ ആയിട്ട് ഐഡന്റിറ്റി തേടുന്ന പ്രായം എപ്പോഴാണ്? തീർച്ചയായിട്ടും അത് അഡോളസൻസ് ആയിരിക്കും. അക്കോർഡിംഗ് ടു എറിക് എറിക്സൺ. നമുക്ക് പല പല സ്റ്റേജുകൾ പഠിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത്? എറിക് എറിക്സന്റെ സ്റ്റേജിലോട്ടാണ്, അല്ലെ അഡോളസൻസ് എന്നുള്ള സ്റ്റേജിനെ പറ്റിയാണ്. ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. എന്താണ് ഐഡന്റിറ്റി, എന്ത് റോളാണ് എനിക്കുള്ളത് എന്നുള്ള ആ കൺഫ്യൂഷൻ വരുന്ന പ്രായം. യങ് പീപ്പിൾ എക്സ്പ്ലോർ പേഴ്സണൽ ഐഡന്റിറ്റി, സെക്ഷൽ ഐഡന്റിറ്റി, കരിയർ ഐഡന്റിറ്റി, വാല്യൂസ് ആൻഡ് ബിലീഫ്സ്. അപ്പൊ എന്ത് ചെയ്യും, ഈ കുട്ടികളൊക്കെ എന്ത് ചെയ്യും, അഡോളസന്റ് ഏജിലും അവരുടെ പേഴ്സണൽ ഐഡന്റിറ്റി എന്താണ്, സെക്ഷൽ ഐഡന്റിറ്റി എന്താണ്, കരിയർ ഐഡന്റിറ്റി എന്താണ്, വാല്യൂസ് ആൻഡ് ബിലീഫ്സ് എന്താണ്, അപ്പൊ അതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യും. അടുത്ത ചോദ്യം അസോർഷൻ റീസൺ ആണ്. ചിൽഡ്രൻ ലേൺ വാല്യൂസ് ആൻഡ് നോംസ് ഓഫ് സൊസൈറ്റി ഇൻ overt as well as covert ways. Reason, socialization is a simple process passing on customs and rituals of society. കുട്ടികൾ എന്താണ്, വാല്യൂസ് ആൻഡ് നോംസ്, സമൂഹത്തിലെ വാല്യൂസ് ആൻഡ് നോംസും ഒക്കെ എന്താണ്, പുറമേയും അകമേയും പ്രകടിപ്പിക്കും. റീസൺ, സോഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ അതൊരു സിമ്പിൾ പ്രോസസ് ആണ്. കസ്റ്റംസ് ആൻഡ് റിച്വൽസ് ഓഫ് സൊസൈറ്റി, നമ്മുടെ സമൂഹത്തിലെ കസ്റ്റമുകളും റിച്വലുകളും അടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്ന ഒരു സിമ്പിൾ പ്രോസസ് ആണ് സോഷ്യലൈസേഷൻ. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. both A and R are true but R is not the correct explanation of A. A is true but R is false. both A and R are false. both A and R are true and R is the correct explanation of A. നമുക്ക് എങ്ങനെ ആൻസർ വരിക? A is true but R is false. A true ആയിരുന്നു അല്ലേ? കുട്ടികൾ എന്താണ്, പുറമേ പ്രകടിപ്പിച്ചും അല്ലാതെയും എന്താണ്, വാല്യൂസ് ആൻഡ് നോംസ് ഓഫ് സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്, പുറമേയും അകമേയും എന്ത് ചെയ്യുന്നു, അത് മനസ്സിലാക്കുന്നു, ലേൺ ചെയ്യുന്നു. പക്ഷെ സോഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ പ്രോസസ് ആണോ? അല്ല. നമ്മുടെ അസോർഷൻ ശരിയായ കാര്യം എന്താണ്, കുട്ടികള് ഫാമിലി, സ്കൂൾ, മീഡിയ, ഒബ്സർവേഷൻ, ഹിഡൻ കരിക്കുലത്തിലൂടെ ഒക്കെ എന്ത് ചെയ്യുന്നു, പുറമേയും അകമേയും അറിഞ്ഞും അറിയാതെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന വാല്യൂസ് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ റീസൺ തെറ്റിപ്പോയി. കാര്യം എന്താ, സോഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ അത്ര സിമ്പിൾ ഒരു പ്രോസസ് ആണോ? വെറുതെ കസ്റ്റംസ് ആൻഡ് റിച്വൽസ് അടുത്ത തലമുറയിലോട്ട് കൊടുക്കുന്നതാണോ? അല്ല. കുറച്ചും കൂടെ ബ്രോഡർ ആയിട്ടുള്ള
ഒരു സംഗതിയാണ്. വെറുതെ പാസ് ചെയ്ത് കൊടുക്കുന്ന കസ്റ്റംസ് റിച്വൽസ് പാസ് ചെയ്ത് കൊടുക്കുന്നു അങ്ങനെയല്ല, കുറച്ചും കൂടെ വലിയൊരു ഐഡിയ ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് വാല്യൂസ്, നോംസ്, ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് റോൾസ്. അവിടെ എന്തൊക്കെ വരും? ഈ പറഞ്ഞ പോലെ കസ്റ്റംസും റിച്വൽസും മാത്രമല്ല, വാല്യൂസും നോംസും ബിഹേവിയറും ആറ്റിറ്റ്യൂഡും റോൾസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സോഷ്യലൈസേഷനിലൂടെ അടുത്തൊരു തലമുറയിലോട്ട് എത്തുന്നുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ റീസൺ ഫാൾസ് ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷനിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. ക്വസ്റ്റ്യൻ ആൻസർ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്താൻ സാധിച്ചു എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. മറ്റൊരു സെക്ഷനുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.